സ്കൂളുകൾ കേന്ദ്രീകരിച്ച് യൂണിഫോമുകളുടെ കൊട്ടേഷൻ ഈ ഏജൻസികളൊക്കെ നേരിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങിയതോടെ വലിയ പ്രതിസന്ധിയിലായത് സാധാരണക്കാരായ തയ്യൽ തൊഴിലാളികളാണ്. റെഡിമെയ്ഡ് സ്കൂൾ യൂണിഫോമുകളുടെ കടന്നുവരവ് വർദ്ധിച്ചതും ഇവരുടെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. തയ്യൽ തൊഴിൽ മേഖലയിലെ പ്രധാന സീസണുകളിലൊന്നാണ് സ്കൂൾ പ്രവേശനകാലം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്കൂൾ യൂണിഫോമുകൾ തുന്നിക്കൊടുക്കുന്ന തിരക്കുകളിൽ നിന്നും ഒഴിയുകയാണ് ഈ മേഖലയും. സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെ യൂണിഫോമുകൾ തുന്നുന്നതിന് മൊത്ത കരാറുകൾ പലപ്പോഴായി ഏജൻസികൾക്ക് കൈമാറുന്നതാണ് ഗ്രാമീണ മേഖലയിലെ പരമ്പരാഗത തയ്യൽ തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്നത്. ഈ സ്കൂൾ സീസൺ കഴിയുമ്പോൾ പിന്നെ അതും വലിയ ബുദ്ധിമുട്ടിലാണ് ടൈലറുടെ കാര്യം. ഇപ്പോൾ സ്കൂളുകാർ തന്നെ അവിടെ ജോലിക്കാർ ഇരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തന്നെ കൊട്ടേഷൻ വെളിയിൽ നിന്നുള്ളവർ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ സാധാരണക്കാരന് ഈ വെളിയിൽ നിന്ന് ആ സ്കൂളിൽ നിന്ന് വർക്ക് കിട്ടാൻ ഇപ്പം ചില ബുദ്ധിമുട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ല. പണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് യൂണിഫോം കൊടുക്കുക, ഇഷ്ടമുള്ള കടയിൽ കൊണ്ട് തയ്ക്കുക, അപ്പോൾ ടൈലർമാർക്ക് വർക്കുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ഏപ്രിൽ അവസാനം മുതൽ യൂണിഫോമുകൾ തയ്ക്കുന്നതിന് തയ്യൽ കടകളിൽ വിദ്യാർത്ഥികളുടെ തിരക്കായിരുന്നു. ഇന്ന് പക്ഷേ സ്ഥിതി നേരെ വിപരീതം. ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന സ്കൂൾ സീസൺ തയ്യൽ തൊഴിലാളികൾക്ക് അന്യമായി കഴിഞ്ഞു. റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതിനും പഴയ തുണികൾ തുന്നിയെടുക്കുന്നതിനും മാത്രമായി പ്രാദേശിക മേഖലകളിലെ തയ്യൽ തൊഴിലാളികളെ ആശ്രയിക്കാറുള്ളൂ. തയ്യൽ മേഖല പൊതുവെ കേരളത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെ ചുരുക്കി പറയാൻ പറ്റുള്ളൂ. ഈ തയ്യൽ തൊഴിലാളികൾ തന്നെ ഇപ്പം തൊഴിലുറപ്പിനാണ് പോകുന്നത്. കാര്യം അവർ കട നടത്താൻ നിവൃത്തിയില്ല. കട നടത്താനും നിവൃത്തിയില്ല, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സ്റ്റേജ് ഇന്നത്തെ കാലഘട്ടം വന്നതുകൊണ്ട് അവരിപ്പോൾ തൊഴിലുറപ്പ് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഞങ്ങളെപ്പോലെ തുച്ഛം കുറച്ച് ആളുകൾ മാത്രമേ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. ഓണമായിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും സ്കൂൾ സീസൺ ആയിരുന്നാലും തയ്യൽ തൊഴിലാളികൾക്ക് അതൊരു ചാകരയായ പോലെ ഉള്ള ഒരു നേട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് അതുപോലുമില്ല. കറണ്ട് വാടകയും ബിൽഡിങ്ങിൻ്റെ വാടകയും ഇതൊക്കെ നോക്കുമ്പോൾ കഷ്ടപ്പാടാണ്. എൻ്റെ മാത്രം കാര്യമല്ല, ഞങ്ങളെപ്പോലെ എന്നെപ്പോലെ ജോലി ചെയ്യുന്ന എല്ലാ തയ്യൽ തൊഴിലാളികൾക്കും പറ്റുന്ന ഒരവസ്ഥയാണ് ഇതെന്ന് വേണം എനിക്ക് പറയാനുള്ളത്. മുൻകാലങ്ങളിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ദിനം പ്രതി 10-ലധികം സ്കൂൾ യൂണിഫോമുകൾ തുന്നിക്കൊടുത്ത പല തയ്യൽ കടകളിലും നാമമാത്രം യൂണിഫോമുകൾ മാത്രമേ ഈ സീസണിൽ തുന്നി നൽകിയിട്ടുള്ളൂ. തൊഴിലാളികളെ ഇരുത്തി യൂണിഫോമുകൾ ഉൾപ്പെടെയുള്ളവ തുന്നി നൽകിയിരുന്ന പല തയ്യൽ കടകളും വാടക പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.